നമ്മൾ മിഥ്യെന്ന് കരുതുന്ന പല കാര്യങ്ങളും പല രീതികളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? കഥകൾ എഴുതാനും വായിക്കാനും മിഥ്യയായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് വായിച്ചറിയാനും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മിസ്റ്ററി സ്റ്റോറീസ് ബൈ ഗൗരി. കഥ നമ്പർ 1, മറവിച്ചിറയിലെ കരച്ചിൽ. കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ് മറവിച്ചിറ. പകൽ സമയങ്ങളിൽ ഇത് സാധാരണ മാത്രമാണ്. എന്നാൽ രാത്രികാലം ഗ്രാമവാസികൾ ആ കുളത്തെ ലക്ഷ്യമാക്കിപ്പോ ആ കുളത്തിനരികിലൂടെ സഞ്ചരിക്കാറുമില്ല. കാരണം എന്തെന്നാൽ അമാവാസി രാത്രിയിൽ ആ കുളത്തിൽ നിന്നും ഒരു കരച്ചിൽ, ഒരു സ്ത്രീയുടെ കരച്ചിൽ ഉയർന്നു കേൾക്കുമെന്നാണ് പറയപ്പെടുന്നത്. പണ്ടുള്ള ഗ്രാമവാസികൾ പറഞ്ഞിരുന്നത് എന്തെന്നാൽ കല്യാണത്തലേന്ന് കാണാതായ മീനാക്ഷി എന്ന പെൺകുട്ടിയുടെ ജഡം മറവിച്ചിറയിൽ നിന്നും 3 ദിവസത്തിനു ശേഷം കണ്ടെത്തിയെന്നാണ്. അമാവാസി രാത്രികളിൽ ഉയർന്നു കേൾക്കുന്ന കരച്ചിലും ഇതിനോടനുബന്ധിച്ചാണെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം മിഥ്യയായി തുടരവേ നാടിനെ നടക്കിയ സംഭവം നടന്നത് 1998 മറവിച്ചിറയുടെ സമീപഭാഗത്തുകൂടി സഞ്ചരിച്ചിരുന്ന ഓട്ടോയെ ഒരു പെൺകുട്ടി കൈ കാണിക്കുകയും ഓട്ടോ ഡ്രൈവർ ആ പെൺകുട്ടിയെ അകത്ത് കയറ്റുകയും കുറച്ചു നേരം മുന്നോട്ട് സഞ്ചരിച്ച ശേഷം റെയർ വ്യൂ മിററിലൂടെ നോക്കിയ ഓട്ടോ ഡ്രൈവർ കാണുന്നത് നനഞ്ഞു കിടക്കുന്ന സീറ്റ് മാത്രമാണ്. പെൺകുട്ടിയെ അദ്ദേഹം കണ്ടില്ല. പേടിച്ചിരണ്ട അദ്ദേഹം മുന്നോട്ട് പോകവേ അദ്ദേഹം പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു, രാമ, ഞാൻ എവിടെയും പോയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഗ്രാമവാസികൾ കാണുന്നത് മറഞ്ഞു കിടക്കുന്ന ഓട്ടോ മാത്രമാണ്. ഓട്ടോ ഡ്രൈവറെ പിന്നീട് ജീവനോടെ കണ്ടെങ്കിലും അദ്ദേഹം പിന്നീട് ഒരിക്കലും രാത്രികാലങ്ങളിൽ ഓട്ടോ സവാരിക്ക് പോയിരുന്നില്ല. പിന്നീട് ഗ്രാമമാകെ പരന്ന ഒരു മിഥ്യ എന്തെന്നാൽ, അല്ലെങ്കിൽ ഗ്രാമവാസികൾ വിശ്വസിച്ചിരുന്നതെന്തെന്നാൽ, അമാവാസി രാത്രിയിൽ ആരും സഹായം ചോദിച്ചാൽ ചെയ്തു കൊടുക്കരുത്.